അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചില പ്രത്യേക സെഗ്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ പരിപാടി കുറച്ചു കാലം ഇനി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില പുതുമകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, VIP ലോഞ്ച്. ഇന്നത്തെ VIP ലോഞ്ചിൽ ഒരുപാട് പ്രതീക്ഷകളോടെ മന്ത്രിസ്ഥാനത്തേക്ക് വന്ന KB ഗണേഷ് കുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം നമുക്ക് അല്പനേരം സംസാരിക്കാം. മിനിസ്റ്റർ KB ഗണേഷ് കുമാർ, നമസ്കാരം. ഇപ്പോൾ ഒരുപക്ഷെ ഗണേഷ് കുമാർ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 24 പ്രധാനപ്പെട്ട അവതാരകരെല്ലാം ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഗണേഷ് കുമാർ, നമ്മൾ ഈ അവതാര പുലികൾ എന്നുള്ള ഒരു പരിപാടിയാണ്, താങ്കൾ കണ്ടിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. നമ്മളന്ന് മാതൃഭൂമിയുടെ പരിപാടി കണ്ടതിന് ശേഷം വീണ്ടും കാണുകയാണ്. ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പിക്കാമോ? എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ശരിയാവും. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇതിൻ്റെ സിഗ്നൽ പോയിരിക്കും. എനിക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്താണ് KB ഗണേഷ് കുമാർ ഇപ്പം ഉള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ അദ്ദേഹം അത്യാവശ്യം ഗതാഗത വകുപ്പ് നേരെയാക്കണമെന്ന് തീരുമാനിച്ച് കുറേ പരിഷ്കാരങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ ഈ VIP ലോഞ്ചിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പം ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അദ്ദേഹം റെഡിയാണ് നമ്മോട് സംസാരിക്കാൻ. ഒരുപക്ഷെ എനിക്കറിയാം, മാതൃഭൂമിയുടെ തിരുവനന്തപുരത്തെ എന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒന്നിച്ച് 1 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലും അല്ലാതെയും ആ തത്സമയ പരിപാടി കണ്ടിരുന്നു. ആളുകൾക്ക് ഒരുപക്ഷെ ഗണേഷ് കുമാറിന് ഒരുപാട് പ്രതീക്ഷ നമ്മുടെ ആളുകൾ അർപ്പിക്കുന്നു എന്ന് എനിക്ക് അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. മാത്രമല്ല, ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് നന്നാകണം എന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്, അല്ലേ വിജയകുമാർ? അതെ, അത് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTCയിലെ ജീവനക്കാരൊക്കെ ശമ്പളം, പെൻഷൻ, ഇത്തരം കാര്യങ്ങളിൽ ഈ മന്ത്രി പുതിയൊരാൾ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ റീജിത്തിനോട് ചോദിക്കാം. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ വണ്ടിയിലൊക്കെ സഞ്ചരിക്കാൻ താല്പര്യമുള്ള ആളെന്നല്ലേ റീജിത്തിൻ്റെ താല്പര്യം എന്താ? മാറ്റങ്ങളുണ്ട്. നേരത്തെ വിജയേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ വകുപ്പ് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം സ്വാഭാവികമായും പുതിയൊരു മന്ത്രിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളൊക്കെ അദ്ദേഹം തുടങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് KB ഗണേഷ് കുമാറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സമയമായും തോന്നുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ മാറിയും തോന്നുന്നു. അപ്പോൾ മിനിസ്റ്റർ KB ഗണേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. റെഡിയാവാൻ അല്പം കൂടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ. ഓക്കെ, നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ചില അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ ടിക്കറിൽ, അതായത് സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്ദേശങ്ങൾ യൂട്യൂബ് വഴി അറിയിക്കാം. ഞങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളുമാവാം. ചില ആൾക്കാർ കരുതുന്നത് പോലെ അനുകൂലമായ കാര്യങ്ങളും അഭിനന്ദനങ്ങളും മാത്രമേ നമ്മൾ വായിക്കൂ എന്നില്ല. നമുക്ക് വിമർശനങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട്. കാര്യം നിങ്ങൾ വിമർശിക്കുമ്പോഴാണ് നമ്മുടെ പരിമിതികളും പിഴവുകളും എന്താണെന്നും കുറവുകൾ എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് കൂടുതൽ സ്വാഗതം. പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിലേറെ സന്തോഷം. അപ്പോൾ റിജിത്ത്, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പോൾ വിജയകുമാർ പറഞ്ഞത് നമ്മുടെ KSRTCയിലെ എംപ്ലോയീസിൻ്റെ കാര്യമാണ്. ഒരു സാധാരണ യാത്രക്കാരൻ എന്നുള്ള നിലയിൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? ഇപ്പോ കുറച്ച് കുറവാണ്. ഏത് വണ്ടി എന്ന് കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. റീജിത്ത് താമസിക്കുന്ന നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത്, അതായത് ഒരു 10 മീറ്റർ ഉണ്ടോ സംശയമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ മഴയുള്ള സമയങ്ങളിൽ റീജിത്തിന്റെ വൈഫ് നമ്മുടെ ഓഫീസിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ, നമ്മുടെ ബിന്ദിയ. അപ്പം ബിന്ദിയ പറഞ്ഞു, റീജിത്തേട്ടൻ എന്ന് കാറിലാ വന്നത്. അതെന്താ, വീട്ടിലൊരു കൊടയേ ഉള്ളൂ. യഥാർത്ഥത്തില് വലതുകാലം എടുത്ത് വെച്ചാൽ 24 അകത്താവും. അത്ര ദൂരല്ലേ ഉള്ളൂ. എന്നിട്ട് കാറിലാ വന്നത്. ആർപ്പാടങ്ങളെ കുട്ടി താങ്കൾ എവിടുന്ന് പഠിച്ചു അല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നടന്നു വരാറ്. എത്ര അടുത്താണ് ഫ്ലാറ്റ്. അപ്പോ സ്മിത എപ്പോഴും പ്രേക്ഷകർ തിരിച്ചറിയുന്നത് കവിതയുമായി ബന്ധപ്പെട്ടാണ്. കവിതയുടെ ലോകത്ത് പണ്ട് ഇപ്പൊ ഡാൻസിന്റെ പേരില്ല. അതെന്താ ഉന്മേഷ്? എനിക്ക് തോന്നുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഡാൻസ് കണ്ട് പ്രേക്ഷകർ അമ്പരന്നോ? പാട്ട് എനിക്ക് വരെയൊക്കെ ആസ്വദിക്കാൻ പറ്റില്ല. തൊട്ട് ഇടത്ത് അല്ല, അതുണ്ട് സാർ. അത് ഞാൻ അങ്ങനെ നല്ല പാട്ട് കേട്ടാന്ന് മാത്രമല്ല, അങ്ങനെ ആനന്ദിക്കും. അതിന്റെ ഒരു ഭാഗമാണ് അതിന്റെ ഡാൻസ്.
ആനന്ദ തുന്തുലയാവും എന്നല്ലേ അതെ, പറയുന്നത് അതെ. അല്ലേ? ആനന്ദത്തിന്റെ സമുദ്രത്തിൽ ഇങ്ങനെ പ്രശസ്തമായ പ്രയോഗമുണ്ട് ഇപ്പോ ഈ നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഞാൻ റിജിത്ത് മാറി നിൽക്കുമായിരുന്നു ഒരു വിമർശനം ഈ മോർണിംഗ് ഷോയ്ക്ക് ഇടയ്ക്ക് വന്നു. അപ്പം ചേച്ചി പറഞ്ഞൊരു കമന്റ്, ഉന്മേഷ് അങ്ങനെയാണ് പക്ഷേ റീജിത്ത് ഭയങ്കര കുറുമ്പുകാരനാണ്. അതിന്റെ പേരിൽ ഒരു മാസം ഞാൻ ഡെസ്കിൽ വേട്ടയാടപ്പെട്ടു. ഇപ്പൊ കുറുമ്പൻ ടി കെ എന്നറിയപ്പെടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കെ.ബി. ഗണേഷ് കുമാർ മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. ശരിക്കും ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു. നമ്മൾ ഈ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ കണ്ടിന്യൂഷൻ ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ 24 പ്രധാനപ്പെട്ട അവതാരകരെല്ലാം ഈ പരിപാടിയുണ്ട്. ഗണേഷ് കുമാറിനെ നമ്മളൊരിക്കൽ ക്ഷണിക്കുകയാണ്. ഇത് മണിയിടിലെ നമ്മുടെ മീഡിയ സിറ്റിയിലുള്ള നമ്മുടെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ നിന്നാണ് ഇത് വരുന്നത്. ഇവിടെ 12K വിസ്താര സൗകര്യമൊക്കെ ഉണ്ട്. ശരിക്കും ഗണേഷ് കുമാർ, നമ്മുടെ ചില അവതാരകർ പറയുമായിരുന്നു, അതായത് എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ ഒരു സ്ഥലത്ത്, അതേസമയം ഗതാഗത വകുപ്പ് നന്നാക്കണം, അത് ഒരുപാട് പ്രതീക്ഷ കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രിയിൽ നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പം മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്നില്ല, ഒരുപാട് പ്രതീക്ഷ വെച്ച് ആളുകൾ പോകുമ്പോൾ ആ സിനിമയിൽ അത്രയും നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവർക്ക് പറ്റും, അതൊരു ബാധ്യതയായി മാറുമല്ലോ. ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു ലയബിലിറ്റി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിത് പരമാവധി ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. ചേട്ടാ, ഞാൻ ഈ ഉറപ്പൊന്നും പറയും, ഇപ്പോൾ ആൾ പറയുന്നുണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഒരു ചെറിയ പരിശ്രമം, ഒരു എളിയ പരിശ്രമമാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. KSRTCയുടെ മൊത്തം ലൈബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കടങ്ങളും നമുക്ക് ചിന്തിച്ചാൽ പേടിയാവുന്ന കടങ്ങളുണ്ട്. അത് പിന്നെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ ചെറുതായിട്ട് വരികയാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കെ.ബി. ഗണേഷ് കുമാറുമായി വീണ്ടും ചേരാൻ കഴിയും. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഈ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിലുള്ള ബാധ്യതകളും കടത്തിൻ്റെ ആഴവും ഒക്കെ കണ്ട് അദ്ദേഹം ഇത്തിരി അമ്പരന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗോപികൃഷ്ണൻ. അല്ല, എനിക്ക് തോന്നുന്നത് മിനിസ്റ്ററെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുണ്ട്, ചലഞ്ചസ് ഉണ്ട്. ഇന്ന് പിന്നെ MD ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും, ഇപ്പോൾ ഗണേഷ് കുമാർ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചില പുതുമകൾ, പല എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നൊരു മന്ത്രിയാണ്. അപ്പോൾ എനിക്കൊന്ന് KSRTC ജീവനക്കാരുടെ പ്രശ്നം മാത്രമല്ല, ഇപ്പോൾ വിജയനൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, അതിന് പുറമെ പുതിയ പരിഷ്കാരങ്ങൾ KSRTCയിൽ കൊണ്ടുവരാൻ പ്രാപ്തനായ മന്ത്രിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നേരത്തെ SKN പറഞ്ഞതുപോലെ തന്നെ അതൊരു ലയബിലിറ്റി ആയിരിക്കും കുറച്ചൊക്കെ. ഓവർ എക്സ്പെക്ടേഷൻസ്. ലൈസൻസ് ഒക്കെ കർക്കശമാക്കുന്നു, അത് കിട്ടുന്ന അത്ര എളുപ്പമല്ല. അപ്പൊ ഞാൻ ആലോചിച്ചോ, ഇപ്പോഴും കിട്ടില്ലായിരുന്നു. എനിക്ക് കിട്ടി, ഇപ്പോഴാണെങ്കിൽ കിട്ടില്ലായിരുന്നല്ലോ. ഞാനും അത് ആലോചിച്ചായിരുന്നു. കാരണം എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പറയും എന്നോട് എല്ലാവരും പ്രായം വെച്ചാ സംസാരിക്കുന്നത് വിജയകുമാർ, എനിക്കതാ മനസ്സിലാവുന്നത്. അങ്കിൾ ടോം ആക്കിയത് നിങ്ങൾ എല്ലാവരുടെ തന്നെ. അപ്പോൾ ഒരെല്ലാം എടുത്താൽ അല്ലെങ്കിൽ ഒരു 8 എടുത്താൽ നമുക്ക് ലൈസൻസ് കിട്ടുമല്ലോ എന്നായിരുന്നു. പക്ഷെ ഇപ്പം അല്ല. ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം കയറ്റത്തിൽ വെച്ച് ബ്രേക്ക് ഇട്ട് നിർത്താം, പിന്നെ റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യണം, അങ്ങനെ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ലൈസൻസ് കിട്ടില്ല. മോട്ടോർ വാഹന നിയമത്തെ കുറിച്ച് വലിയ അറിവല്ലേ? മാത്രമല്ല നമ്മുടെ 24 എൽ ബോർഡ് വെച്ചിട്ടുള്ള പാർട്ടിയാണ്. റെഡി. അപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന് ചോദിക്കാം. കെ.ബി. ഗണേഷ് കുമാർ നമുക്കൊപ്പം തുടരുകയാണ്. ചെറിയൊരു സാങ്കേതിക പിഴവ് പറ്റിയാണ് ഗണേഷ് കുമാർ. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അനുജ രാജേഷും നമ്മുടെ കൂരായണ അവതരിപ്പിക്കുന്ന ശ്രീനിധ ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു ഈ ലൈസൻസ് ഒക്കെ കിട്ടാൻ ഈ പ്രയാസം. ഇത് എൽ ബോർഡാണ് കേട്ടോ, എല്ലാ ശ്രീനിധ അല്ലല്ല, എച്ചാണ്. എപ്പോഴും എൽബോർഡിൽ നിൽക്കുകയാണ്. പക്ഷെ കൂരായണം കാണുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു, പക്ഷേ കാണുമ്പോൾ ലൈസൻസിനുള്ള പ്രായമായതായിട്ട് തോന്നുന്നില്ല. ലൈസൻസ് ചർമ്മം കണ്ട എന്റെ പ്രായം തോന്നാറില്ല സാർ. ചർമ്മം കണ്ടാലേ പ്രശ്നം എന്നാ പറയുന്നത് ഗണേഷ്. അത് ശരി. ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. ഈ ഗതാഗത വകുപ്പുകളിൽ ഗണേഷ് ഇപ്പം ചില വിവാദങ്ങളും കൂടുപോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിവാദങ്ങൾ അതിൻ്റെ ശോഭ കെടുത്താനുള്ള നീക്കങ്ങളുണ്ടോ കേരളത്തിൽ? അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നീക്കം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു കുറ്റവും ചെയ്യാതെ എന്നെ പ്രതിയാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടനോട് സംസാരിച്ചില്ല. ഈ തിരുവനന്തപുരത്ത് ശ്രീ ആൻ്റണി രാജുവിനെ വിളിക്കാതെ പരിപാടി പ്രോഗ്രാം നടത്തി. അത് എൻ്റെ പ്രോഗ്രാം അല്ല, അത് KSRTCയുടെ പ്രോഗ്രാം അല്ല, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത്
പഞ്ചായത്ത് വകുപ്പിൻ്റെയും ട്രിവാൻഡ്രം കോർപ്പറേഷൻ സംഘടിപ്പിച്ചതാണ്. ആ യോഗത്തിൻ്റെ അധ്യക്ഷ മേയറാണ്, സ്വാഗതം പറഞ്ഞ ഡെപ്യൂട്ടി മേയറാണ്, ഉദ്ഘാടനം ചെയ്തത് MP രാജേഷ് മിനിസ്റ്ററാണ്. ഞാനൊരു അതിഥി മാത്രമായിരുന്നു. ബാക്കി അവരുടെ പ്രോഗ്രാമാണ്. എല്ലാ കൗൺസിലേഴ്സും അവരുടെ ചെയർപേഴ്സൺസും എല്ലാം വേദിയിലുണ്ടായിരുന്നു. നോട്ടീസ് അടിച്ച അവരാണ്. ആ നോട്ടീസ് കാണാതെയാണ് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഗണേഷ് കുമാർ ആരെയോ മാറ്റി നിർത്താൻ വേണ്ടി. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പ്രശസ്തി നേടേണ്ട കാര്യമില്ല തൽക്കാലം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഗണേഷ് സാർ, ഞാൻ സ്മിതയാണ്. സാറിന് എന്നെ അറിയാം. മുൻപ് ഡോക്ടർ ലൈവ് ഒക്കെ ചെയ്തിരുന്നപ്പോൾ സാർ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഈ ഡോക്ടർ ലൈവ് സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ സ്മിതയുടെ പ്രോഗ്രാം കാണുമ്പോൾ സ്ഥിരം ആ അസുഖം എനിക്കുണ്ടോ എന്നുള്ള സംശയമാണ് അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഈ മുന്നണിക്കുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ, പല മുന്നണികളുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ പല കാര്യങ്ങളിലും അകത്തുള്ള പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് പലരും മടി കാണിക്കാറുണ്ട്. കാരണം ഉള്ളിലുണ്ടാവും, സ്വകാര്യമായിട്ടൊക്കെ എല്ലാവരും പറയും, പക്ഷെ അത് ഉറക്കെ പറയാറില്ല. സാറ് പലപ്പോഴും അത് പറയാറുണ്ട്. അത് വകുപ്പിലായാലും എവിടെയായാലും ആ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അത് നാളെ എനിക്കത് ഒരു നഷ്ടമായി മാറുമോ എന്ന് ചിന്തിക്കാതെ പറയാനുള്ളൊരു ധൈര്യം, അതൊരു പക്ഷെ അച്ഛനിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കാം. എങ്കിൽ പോലും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ? സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? അങ്ങനെ എനിക്കൊരു രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളല്ല, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത്. ഞാനൊരു നിഷ്കളങ്കനായ പൗരനാണ്. പൗരൻ്റെ ചില കാഴ്ചപ്പാടിൽ ഞാനെപ്പോഴും ജനപക്ഷത്തു നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ ആരും കുറ്റപ്പെടുത്താനോ ഒരു ഭിന്നതയുണ്ടാക്കാനോ പറയുന്നതല്ല. സത്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് ലേറ്റസ്റ്റ് ഒരു സത്യം പറയാം. ഞാൻ മന്ത്രിയായിട്ട് വന്നവൻ പറഞ്ഞു ഇവിടെ ആംബുലൻസിൽ ലഹരി മരുന്നും ലഹരിയും കുഴൽപ്പണവും കടത്തുമെന്ന് പറഞ്ഞു. ഇന്ന് പത്തനാപുരത്ത് തന്നെ 4 കിലോ കഞ്ചാവോട് കൂടി ഒരു ആംബുലൻസ് പിടിച്ചിട്ടുണ്ട്. ഞാൻ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്, പല വിവരങ്ങളും കിട്ടും. അത് അതിനനുസരിച്ച് പറയുന്നു എന്നുള്ളത്, അല്ലാതെ എനിക്കാരെയും വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മിനിസ്റ്റർ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായ ആ വിവാദം, അതൊരു വിവാദമായത് ആന്റണി രാജു അന്ന് നടത്തിയ ഒരു പരാമർശമായിരുന്നില്ലേ? താങ്കൾ അത് വിവാദമായതിന് കാരണം അദ്ദേഹത്തിന്റെ പരാമർശമായിരുന്നില്ലേ? ഈ താങ്കൾ ചുമതല ഏൽക്കുന്നതിന് അതിന് കഴിഞ്ഞിട്ടുണ്ടായ 2-3 ഇൻസിഡന്റ് നോക്കിയാൽ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് സാധാരണ വാർത്ത കാണുന്ന മനുഷ്യർക്ക് തോന്നും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്? അത് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ? ഒരു വ്യക്തി അല്ല, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. അത് ഞാൻ സംഘടിപ്പിച്ച പ്രോഗ്രാം അല്ല. പ്രതികരണം ഒഴിവാക്കാമായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയാമോ താങ്കൾക്ക്? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ലാതെ ശ്രീ ആന്റണി രാജു പറഞ്ഞായിരുന്നു, എന്താണ് ഈ പ്രോഗ്രാമിന്റെ സ്ഥലം മാറ്റിയാലും പോലും ഞാൻ അറിഞ്ഞില്ല, പറയേണ്ടതായിരുന്നു, ആര് മാറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഭയങ്കര ഇഷ്ടക്കേടോടെ സംസാരിച്ചായിരുന്നു ആന്റണി രാജു മിനിസ്റ്റർ. അതെ, പക്ഷേ ഞാൻ അറിഞ്ഞിട്ടല്ല. എന്നെ വിളിച്ചു, MP രാജേഷ് മിനിസ്റ്ററാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്താണ്, ഇത്ര മണിക്കാണെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാനിത് പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യുന്നതാണ്. അപ്പം മിനിസ്റ്ററായിട്ട് വന്നതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ട്രോളുകൾ വരാറുണ്ട്, സറ്റയർ ചെയ്യുന്ന ആൾക്കാർ സാറിനെ വിഷയമാക്കിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ദേഷ്യം തോന്നുന്നു, സങ്കടം തോന്നുന്നു? അത് ആസ്വദിക്കാറുണ്ടോ, അതോ വിമർശിക്കണം എന്ന് തോന്നാറുണ്ടോ? എന്താ തോന്നാറ്? അതൊന്നുമില്ല. കാരണം കാർട്ടൂൺ കാണുമ്പം നമ്മൾ അസ്വസ്ഥരായാൽ നമുക്കെന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു കാർട്ടൂണായി ഗതാഗത വകുപ്പിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇരുന്ന് ആസ്വദിക്കാറുണ്ട്. മിനിസ്റ്റർ, വകുപ്പിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു ഇൻട്രപ്ഷൻ വന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ പറഞ്ഞിങ്ങനെ എം ഡിയുമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷനായിട്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇത് ഡെമോക്രസിയാണ്. ഞാനൊരു ആശയം പറയുമ്പോൾ അത് നടപ്പിലാക്കി തരേണ്ട ജോലിയാണ് ഉദ്യോഗസ്ഥനുള്ളത്. അത് നടപ്പിലാക്കി തന്നാൽ മതി. എനിക്കാരോടും പിണക്കമൊന്നുമില്ല. ഞാൻ ആരോടും പോകാൻ പറഞ്ഞിട്ടില്ല, ആരെയും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പറയത്തില്ല. ഇത് പറയുന്ന ഇങ്ങനെ ഞാൻ തന്നെ വാർത്തയിലൂടെയാണ് അറിയുന്നത്.
ഞാൻ ഇവരായിട്ടൊന്നും ഒരു പിണക്കവുമില്ല, ഞാൻ ആരെയും മാറ്റണമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഡെമോക്രസിയാണ്, ഞാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം കാര്യമൊന്നും പറയുന്നില്ല. എനിക്കൊരു കാര്യവും സാധിക്കാനില്ല. അത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ചെയ്യണം. കാരണം എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, സമയത്ത് ചെയ്യണം. ആരായാലും ഏത് ഉദ്യോഗസ്ഥനായാലും കുഴപ്പമില്ല. അല്ല, ആ പ്രശ്നം നേരിടുന്നുണ്ടോ മിനിസ്റ്റർ? അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ? താങ്കൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥ ഒരു സഹകരണമില്ല എന്ന പ്രശ്നം താങ്കൾ നേരിടുന്നു? ഇന്ന സമയത്തുള്ളിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാറുണ്ട്. ഇല്ല അല്ല, ഈ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പുറത്തു നിന്നാണ് പറയുന്നത്, അങ്ങനെയാണ് അറിയുന്നതെന്ന് പറഞ്ഞല്ലോ. ശ്രീജിത്ത് അങ്ങനല്ല, അങ്ങയുടെ ചേംബറിൽ തന്നെ മേശയ്ക്ക് മേലടിച്ച് അദ്ദേഹത്തിന്റെ രോഷവും പ്രകടിപ്പിച്ച് അവിടുന്ന് അപ്പോൾ മറ്റു ജീവനക്കാർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എങ്ങനെയാണ് അദ്ദേഹം പോയതെന്നൊക്കെ പറയുന്നത്, അത് നേരിട്ടുള്ള കാര്യമല്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല ആ കാര്യം അദ്ദേഹം പറയുന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ ഈ മലയാള മനോരമയിലാണ് കിടന്നത്. അവരുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ ആളെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ വല്ലതും ആയിരിക്കും, എനിക്കറിയത്തില്ല. എൻ്റെ മേശപ്പുറത്ത് ഇടിച്ചിട്ടില്ല, എന്നോട് അങ്ങനെ ചെയ്തിട്ടുമില്ല. അതൊക്കെ അദ്ദേഹം പോലീസ് വിവാദങ്ങളിലൊക്കെ മാറിയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആദ്യമായിട്ട് മിനിസ്റ്ററായിട്ടും രാഷ്ട്രീയക്കാരുടെ അറിയുന്നതിന് മുമ്പ് നടൻ എന്ന നിലയിലാണ് നമുക്കൊക്കെ അറിയുന്നത്, ഗണേഷ് എന്ന നടൻ. അപ്പോൾ ഇപ്പോൾ മിനിസ്റ്ററായതിനു ശേഷം ഇനിയിപ്പോൾ ഉള്ള മൂവി കരിയറൊക്കെ എങ്ങനെയായിരിക്കും? കാരണം ഈ പറയുന്ന പോലെ ഒരു ബെസ്റ്റ് ആക്ടറിനുള്ള ടെലിവിഷൻ അവാർഡ് അടക്കം വാങ്ങിയ ആളാണ്. അപ്പോൾ ഈ അഭിനയം പൂർണ്ണമായി അങ്ങ് വിടുവാണോ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അതാണ് എൻ്റെ ഒരു ജീവനമാർഗം, ജീവനോപാധിയാണ്. 19 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ്. ഞാൻ ഒരിക്കലും അഭിനയം വിടത്തില്ല. ഞാൻ ഇടയ്ക്കൊന്ന് മടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നേരെന്നൊരു സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചെയ്യാമെന്ന് തോന്നി. കാരണം നമ്മൾ ചില സിനിമകൾക്ക് വേണ്ടി മെനക്കെടുന്നു, 1 മാസം 2 മാസമൊക്കെ മെനക്കെട്ടിട്ട് അതിൻ്റേതായ റിസൾട്ട് ഇല്ല വരുമ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. അത് നേരെ എന്നൊരു സിനിമ ചെയ്തപ്പോൾ എനിക്ക് ആ കഥ കേട്ടപ്പോഴും ഞാൻ സ്വീകരിക്കുന്നത് ഒരു അഭിനയം, ഒരു ബ്രേക്ക് എടുക്കാമെന്ന് ഞാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ വരുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ കെ ബി ഗണേഷ് കുമാർ. മിനിസ്റ്റർ അതായത് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ താങ്കൾ പറയുന്നുണ്ട്, മമ്മൂട്ടിയുമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് മമ്മൂട്ടി, പക്ഷെ മമ്മൂട്ടിക്ക് എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമല്ല. അപ്പൊ അദ്ദേഹം ഭ്രമയുഗം കണ്ടോ സമയത്ത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചോദിക്കാം. അദ്ദേഹം അല്ലെ അങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ. അപ്പോൾ ശ്രീ കെ ബി ഗണേഷ് കുമാർ, താങ്ക് യു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ച് താങ്കളെ അഭിമുഖം ചെയ്യുന്ന ഒരു സന്ദർഭം ഇതുവരെ 24-ൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അവതാര പുലികളിൽ താങ്കൾ VIP ലോഞ്ചിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടും വളരെ നന്നായി. പ്രത്യേകിച്ച് ചില വിവാദങ്ങളൊക്കെ കൂടുപൊട്ടി വരുന്ന ഈ അവസരത്തിൽ അതൊക്കെ കുറച്ചുകൂടെ കൃത്യമായി പ്രേക്ഷകരെ അറിയിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.